നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട മാലിന്യ സംസ്കരണമാകണം. മന്ത്രി രാജേഷ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുസ്ഥിര മാലിന്യ സംസ്കരണം പ്രധാന അജണ്ടയാകണമെന്ന് മന്ത്രി എം പി രാജേഷ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ജില്ലാതല പ്രവർത്തകർക്കുള്ള കിലയുടെ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ കടമയാണ് മാലിന്യ സംസ്കരണം. തെരഞ്ഞെടുപ്പിൽ ജനം ഇത് വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ ക്യാമ്പയിനിലൂടെ സാധിച്ചതായും മാലിന്യ സംസ്കരണത്തിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. LSTD അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, പ്രിൻസിപ്പൽ ഡയറക്ടർ സാംബശിവ റാവു, സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്, കീല ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ, ക്ലീൻ കേരള കമ്പനി MD G സുരേഷ് കുമാർ, LSTD ചീഫ് എഞ്ചിനീയർ S സന്ദീപ് എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ സംസ്ഥാനത്തെ ISO 9001-2015 സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾക്ക് കൺസൾട്ടന്റായി പ്രവർത്തിക്കാൻ കിലയുമായി ധാരണാപത്രം ഒപ്പിടാൻ ത്രിപുര സംസ്ഥാനത്തു നിന്നുള്ള സംഘം കില സന്ദർശിച്ചു. ഡോക്ടർ സന്ദീപ് R റാത്തോഡ്, RDA പഞ്ചായത്ത് വകുപ്പ് സെക്രട്ടറി, ഡോക്ടർ സമിത് റോയ് ചൗധരി, രജിസ്ട്രാർ സിപ്പാർഡ് തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് കില സന്ദർശിച്ചത്. കില സെന്റർ ഫോർ അർബൻ ഗവേണൻസ് ആൻഡ് ടെക്നിക്കൽ സെക്രട്ടേറിയറ്റ് ഫോർ കേരള അർബൻ പോളിസി കമ്മീഷന്റെ പുതിയ ഓഫീസ് കെട്ടിടം കിലയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കില ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം. കർമ്മ പദ്ധതിക്കായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് കിലയുമായി കൈകോർക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി മുരിയാട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കിലയുമായി ധാരണയിലെത്തി. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന തൃശൂർ ജില്ലയിലെ പ്രഥമ പഞ്ചായത്താകും മുരിയാട്. കിലയുടെ സഹകരണത്തോടെ വാർഡ് തോറും ഡേറ്റ ശേഖരണം നടത്തി കാലാവസ്ഥാ വ്യതിയാനം മുരിയാട് പഞ്ചായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണ് അത് ഭാവിയിലെ പാരിസ്ഥിതിക കാർഷിക മേഖലകളെ ബാധിക്കുന്നത്, എങ്ങനെ അതിനെ പ്രതിരോധിക്കാം, അതിനുള്ള കർമ്മ പരിപാടികൾ തയ്യാറാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് കിലയുമായി കൈകോർത്തിരിക്കുന്നത്. പദ്ധതിയുടെ പ്രാഥമിക യോഗം മുരിയാട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ S ശ്രീകുമാർ, കില പ്രൊഫസർ ഡോക്ടർ മോനിഷ് ജോസ്, കോഓർഡിനേറ്റർ ഡോക്ടർ രാജ്കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന് മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ. വിവിധ NGO സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹായം ഇടുക്കി ഒരു മിടുക്കി പദ്ധതിക്ക് തുടർന്നും ആവശ്യമുണ്ടെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ CSR കോൺക്ലേവിനെ തുടർന്നാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ സഹകരിച്ചു തുടങ്ങുന്നത്. സ്കിൽ ഡെവലപ്മെന്റ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ഗ്രാമീണ പഠന കേന്ദ്രങ്ങൾ, മാനസികാരോഗ്യ പരിപാടികൾ, കരിയർ ഗൈഡൻസ്, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതി പ്രകാരം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകാനായി പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ A ഗ്രേഡോടെ ഹരിത സ്ഥാപനമായി സാക്ഷ്യപ്പെടുത്തി. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിനെ A ഗ്രേഡോടെ ഹരിത സ്ഥാപനമായി സാക്ഷ്യപ്പെടുത്തിയത്. ചടങ്ങിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ G അനിൽകുമാർ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാലിന് കൈമാറി. വൈസ് പ്രസിഡന്റ് സ്മിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S മനോജ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി ജോർജ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T രഞ്ജിമ എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർവഹണം സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും ഗുണഭോക്താക്കൾക്കും ഓംബുഡ്സ്മാന് പരാതികൾ നൽകാം. വ്യക്തിഗത ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിലും അതിന്റെ വിനിയോഗത്തിലും നടക്കുന്ന ക്രമക്കേടുകളും മറ്റ് തൊഴിലുറപ്പ് പ്രവൃത്തികളിൽ നടക്കുന്ന വീഴ്ചകളും പോരായ്മകളും ഓംബുഡ്സ്മാൻ മുന്നാകെ ഉന്നയിക്കാം. തപാൽ വഴിയും വാട്സപ്പ്, ഇമെയിൽ വഴിയും ഓംബുഡ്സ്മാൻ കാര്യാലയത്തിൽ പരാതികൾ സ്വീകരിക്കും. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള 300ഓളം പരാതികളിലാണ് പദ്ധതിയുടെ മലപ്പുറം ജില്ലാ ഓംബുഡ്സ്മാൻ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. പരാതികൾ അയക്കേണ്ട വിലാസം: C അബ്ദുൾ റഷീദ്, ഓംബുഡ്സ്മാൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, DSMS ബിൽഡിംഗ്, അഭിൽ PO, മലപ്പുറം 676-505. ഇമെയിൽ വിലാസം ombudsmanmlp@gmail.com. വാട്സപ്പ് നമ്പർ 9447529955 9946672751. കേരളത്തിലെ ആദ്യത്തെ ISO 9001-2015 സർട്ടിഫൈഡ് ഹോമിയോ ആശുപത്രി എന്ന അംഗീകാരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ ആശുപത്രി എരഞ്ഞിക്കലിന് ലഭിച്ചു.
ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള TQ സർവീസിന്റെ നേതൃത്വത്തിൽ 2 ഘട്ടമായി നടന്ന ഓഡിറ്റിൽ ആശുപത്രിയുടെ ഭൗതിക സൗകര്യങ്ങൾ, പ്രവർത്തനക്ഷമത, അഡ്മിനിസ്ട്രേഷൻ, റെക്കോർഡ് സജ്ജീകരണം തുടങ്ങിയ വിഷയങ്ങളിലുള്ള മികവ് പരിഗണിച്ചാണ് ISO സർട്ടിഫിക്കറ്റ് ലഭ്യമായത്. കീലിയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ISO സർട്ടിഫിക്കേഷൻ കൈവരിച്ചത്. ജില്ലാ ഹോമിയോ ആശുപത്രി എരഞ്ഞിക്കൽ വെച്ച് നടന്ന ISO സർട്ടിഫിക്കേഷൻ അനുമോദന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ISO സർട്ടിഫിക്കറ്റ് ആശുപത്രിക്ക് കൈമാറിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പുത്തൻപുരയിൽ, കോഴിക്കോട് ഹോമിയോ DMO ഡോക്ടർ കവിത പുരുഷോത്തമൻ, കോഴിക്കോട് നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ അനീന P. ത്യാഗരാജ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത്, ആലത്തൂർ ബ്ലോക്ക് തല ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായ കർഷക കൂട്ടായ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിള വൈവിധ്യത്തിലെയും ആരോഗ്യ ഭക്ഷണത്തിലെയും പുതുമകളുമായി ഞാറ്റുവേല ഫാം ഫെസ്റ്റിന്റെയും കാർഷിക മേളയുടെയും ഉദ്ഘാടനം ആലത്തൂർ MLA KD പ്രസേനൻ നിർവഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷത നിർവഹിച്ചു. ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ തയ്യാറാക്കിയ ഫിഷ് അമിനോ ആസിഡ്, പഞ്ചഗവ്യം, വൃക്ഷായുർവേദ ഹരിത കഷായം, ചകിരിച്ചോർ കമ്പോസ്റ്റ്, ട്രൈക്കോഡെർമ, സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി എന്നിവയുടെ ആദ്യ വിൽപ്പന, പച്ചത്തുരുത്ത് പദ്ധതി പ്രഖ്യാപനം, നാടൻ വിത്ത് സംരക്ഷണം, കർഷക ഗ്രൂപ്പുകളിലൂടെ പദ്ധതി ആരംഭം എന്നീ പദ്ധതികൾക്കും ചടങ്ങിൽ ആരംഭം കുറിച്ചു. ആലത്തൂർ ബ്ലോക്ക് കൃഷി വകുപ്പിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതിയിലെ കർഷകരും കർഷകരുടെ കൂട്ടായ്മകളും തയ്യാറാക്കിയ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളായ അരി ഉൽപ്പന്നങ്ങൾ, വെളിച്ചെണ്ണ, ചെറുധാന്യങ്ങൾ, പഴം, പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും കർഷകമേളയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു. വയോജന സാന്ത്വന പരിപാലന ഹ്രസ്വകാല പരിശീലനം അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം കൊട്ടാരക്കര കില CSCDയിൽ വയോജന സാന്ത്വന പരിപാലന ഹ്രസ്വകാല പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18നും 50നും ഇടയിൽ പ്രായമുള്ള ഈ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും വിദഗ്ധ പരിശീലനം ഉറപ്പാക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾ, ഹോം നഴ്സിംഗ് ഏജൻസികൾ മുഖാന്തരം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്ക് അതത് പഞ്ചായത്ത്, നഗരസഭ, കുടുംബശ്രീ മുഖേനയോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് പ്രവേശനം. 24 മുതൽ 28 വരെയാണ് പരിശീലനം. ഭക്ഷണം, താമസം, യാത്രപ്പടി എന്നിവ ഉണ്ടായിരിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 20 ആണ്. വിളിക്കേണ്ട നമ്പർ 9492320409. കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞ് എന്ന പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ തേവന്നൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ ചെയർമാനായ PK മൂർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. ഷൈൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാലയങ്ങളിലെ 8-9 ക്ലാസുകളിലെ 287 വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചത്. ഒരു വിദ്യാർത്ഥിക്ക് 5 കോഴിയും 1 കിലോ തീറ്റയും മരുന്നുമാണ് സൗജന്യമായി നൽകിയത്. പദ്ധതി പ്രകാരം 2,18,450 രൂപയുടെ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്തത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 8-9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ കോഴി വളർത്തലിനുള്ള താല്പര്യം വർദ്ധിപ്പിച്ച് ഭക്ഷണത്തിൽ മുട്ടയുടെ ലഭ്യത ഉറപ്പാക്കാനും കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഹരിതകർമ്മസേന നടത്തിയ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ കാണാം. കേരളത്തിലെ മാലിന്യ പരിപാലന പ്രക്രിയയിലും സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കി നിലനിർത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്ന സംവിധാനമാണ് ഹരിതകർമ്മസേനകൾ. സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും ഹരിതകർമ്മസേനകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുണ്ട്. മാന്യമായ തൊഴിൽ അന്തരീക്ഷവും അന്തസ്സായി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യവും സൃഷ്ടിക്കേണ്ടതുണ്ട്. ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ ആരോഗ്യ പരിരക്ഷയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. യൂണിഫോം, കയ്യുറകൾ, ഗം ബൂട്ടുകൾ, ഷൂസുകൾ, മാസ്കുകൾ, ഏപ്രണുകൾ തുടങ്ങി ഓരോ അംഗത്തിനും വേണ്ട ആരോഗ്യ സുരക്ഷാ ഉപാധികൾ നിർബന്ധമായും ലഭ്യമാക്കുകയും അവ ഹരിതകർമ്മ സേനാംഗങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയും വേണം. അതോടൊപ്പം മാലിന്യ ശേഖരണത്തിനും വിവരശേഖരണത്തിനും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ മാർഗങ്ങളും
വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി മൊബൈൽ ഫോണുകളും കളക്ഷൻ മെഷീനുകളും നൽകിക്കൊണ്ട് ഓരോ ഹരിതകർമ്മ സേനകളെയും സ്മാർട്ടാക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം. മാസ്ക്, ഗ്ലൗസ്, പിന്നെ തൊപ്പി, ഷൂസ്, യൂണിഫോം, കോട്ട്, റെയിൻകോട്ട്, ബാഗ്, അതുപോലെ തന്നെ നമുക്ക് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സൗകര്യങ്ങൾ, വാട്ടർ, പിന്നെ അടിയന്തര സാഹചര്യങ്ങളായ ടോയ്ലറ്റ്, വെള്ളം എല്ലാം നഗരസഭ തന്നെയാണ് ഒരുക്കി തന്നിട്ടുള്ളത്. സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ മികച്ച നിലവാരമുള്ള ഒന്നിലധികം യൂണിഫോമുകളും ടാഗുകളും ID കാർഡുകളും നൽകിക്കൊണ്ട് പ്രൊഫഷണൽ രീതികൾ അവലംബിക്കണം. മാലിന്യം ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥയെല്ലാം ഒഴിവാക്കി ഈ വാഹന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടതാണ്. നഗരസഭ തന്നെ ഡ്രൈവറും അവരുടെ വാഹനവും നമുക്ക് ഏർപ്പെടുത്തി തരുന്നുണ്ട്. അതിനുള്ള എല്ലാ സപ്പോർട്ടും മിനി MCFൽ നിന്ന് MCFലേക്ക് എത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. മാലിന്യ ശേഖരണം പൂർത്തിയാക്കിയ ശേഷം അവ MCFകളിൽ എത്തിക്കുമ്പോൾ അവിടെയും കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആവശ്യാനുസരണമുള്ള സോർട്ടിംഗ് ടേബിളുകളും കസേരകളും, തരംതിരിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള തട്ടുകൾ, ലിഫ്റ്റിംഗ് മെഷീൻ എന്നിവ ഇവിടെ ഉണ്ടാകണം. നല്ല വെളിച്ചവും വായുസഞ്ചാരവും മാലിന്യം മഴ നനയാതെ സൂക്ഷിക്കാനും തക്കതായ വലിപ്പവും വാതിൽക്കൽ വരെ വാഹനമെത്താൻ സൗകര്യമുള്ള കെട്ടിടങ്ങളുമാണ് MCFനായി സജ്ജമാക്കേണ്ടത്. ഷ്രെഡിംഗ് മെഷീനുകൾ, ബെയിലിംഗ് മെഷീനുകൾ അടക്കമുള്ള ആധുനിക സൗകര്യങ്ങൾ MCF RRFകളിൽ ഒരുക്കുന്നതിലൂടെ ഹരിതകർമ്മസേനകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാം. അതോടൊപ്പം അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള ജീവൻ രക്ഷാ ഉപാധികളും ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലെയുള്ള ഉപകരണങ്ങളും ഫസ്റ്റ് എയ്ഡ് ബോക്സും നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിൽ നിന്ന് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MCFൽ, മിനി MCF, RRFലൊക്കെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മൾ RRFൽ സെഗ്രിഗേഷൻ ഇരിക്കുമ്പോഴും ബെയിൽ ചെയ്യുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ അപകടങ്ങൾ പറ്റുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ട്രെയിനിങ്ങും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. കുടിവെള്ളം, ഡ്രസ്സിംഗ് ഏരിയ, വിശ്രമമുറികൾ, ഓഫീസ് മുറികൾ, ജെൻഡർ ഫ്രണ്ട്ലി ബാത്റൂമുകൾ, നാപ്കിൻ വെൻഡിംഗ് മെഷീൻ, നാപ്കിൻ ഡെസ്ട്രോയറുകൾ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കണം. ഓഫീസുകളിൽ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ആവശ്യമാണ്. ആരോഗ്യ ഇൻഷുറൻസ് സൗകര്യം ഒരുക്കുകയും നീക്കിയിരിപ്പുകളിൽ നിന്ന് കോർപ്പസ് ഫണ്ടുകൾ ഉണ്ടാക്കുകയും അവയിൽ നിന്ന് ഉത്സവകാലങ്ങളിൽ ബോണസ് സൗകര്യം നൽകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിലൂടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്താനാകും. ഹരിതകർമ്മ സേനകളുടെ തൊഴിലിന്റെ അന്തസ്സും മാന്യതയും ഉയർത്താൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ഈ സേവനം ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാണെന്ന ബോധ്യം വളർത്തുകയും വേണം. സമൂഹം ഈ സേവനങ്ങളുടെ മഹത്വം തിരിച്ചറിയുന്ന തരത്തിലുള്ള ബോധവൽക്കരണം നടത്തേണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കർത്തവ്യമാണ്. ഇത്തരത്തിൽ ഹരിതകർമ്മ സേനകളുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുന്നതിലൂടെ മാത്രമേ മാലിന്യമുക്ത നവകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ. അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഗ്രാമമായി ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പശ്ചാത്തല സൗകര്യ വികസനം, ആസ്തി വികസന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ. ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെയും പശ്ചാത്തല സൗകര്യങ്ങളുടെയും വികസനത്തിൽ 2021-22 വർഷത്തിൽ ഗണ്യമായ നേട്ടം കൈവരിച്ചിട്ടുള്ളതാണ്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കാര്യാലയം ഇരട്ടയാർ ആസ്ഥാനമായി 2022 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത 3 നില ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്നു. പഞ്ചായത്ത് കാര്യാലയത്തോടൊപ്പം ഷോപ്പിംഗ് കോംപ്ലക്സ് മുറികളും ഇതേ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മികച്ച സേവനം സമയബന്ധിതമായി നൽകുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും
പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സർക്കാർ നിർദ്ദേശമനുസരിച്ചുള്ള ഫ്രണ്ട് ഓഫീസ് സൗകര്യം, ഹെൽപ്പ് ഡെസ്ക് സൗകര്യം എന്നിവ ഓൺലൈനായി അപേക്ഷ നൽകുന്നവരുടെ സഹായത്തിനായി ക്രമീകരിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം ശുചിമുറി സൗകര്യങ്ങൾ, അംഗപരിമിതർക്കായുള്ള റാംപ് സൗകര്യം എന്നിവ പുതിയ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഷോപ്പിംഗ് കോംപ്ലക്സിലും വന്നു പോകുന്ന പൊതുജനങ്ങൾക്കായി ടേക്ക് എ ബ്രേക്ക് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. ഇരട്ടയാർ പഞ്ചായത്തിന്റെ ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട 2021-22 വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ പാലം, റോഡ്, അംഗൻവാടി നിർമ്മാണം എന്നിവയാണ്. ഇരട്ടയാർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2 ഗ്രാമങ്ങളായ ഉപ്പുകണ്ടം, പുഞ്ചിരിക്കവല എന്നീ പ്രദേശങ്ങളുടെ നടുവിലൂടെ ഒഴുകുന്ന ഉപ്പുകണ്ടം തോട് 2 പ്രദേശങ്ങൾ തമ്മിലുള്ള സഞ്ചാരം ദുഷ്കരമാക്കിയിരുന്നു. വളരെ അപകടാവസ്ഥയിലിരുന്ന ഒറ്റയടി പാലം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സംയോജിപ്പിച്ച് പുനർനിർമ്മിക്കുകയുണ്ടായി. ഇതുവഴി ഇരുകര പ്രദേശങ്ങളിലും താമസിക്കുന്നവരുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സംയോജിപ്പിച്ച് ഇരട്ടയാർ പഞ്ചായത്തിലെ 5 വാർഡുകളിലായി 2021-22 വർഷത്തിൽ അംഗൻവാടികൾ നിർമ്മിക്കുകയും ആയതിന് 58.70 ലക്ഷം രൂപ വിനിയോഗിക്കുകയും ചെയ്തു. പ്രദേശത്തെ കുട്ടികൾക്ക് അംഗൻവാടികളിലെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവ് മൂലം അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ നിർമ്മിച്ചതിലൂടെ പരിഹരിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സുരക്ഷിത ഭവനം എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിൽ ഉൾപ്പെടുത്തി 183ഓളം പാർപ്പിടങ്ങൾ നിർമ്മിച്ചത് വഴി സാധാരണ ജനങ്ങളുടെ സ്വന്തമായ ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും 2021-22 വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്കുള്ള ചുവടുവയ്പാകുന്നു. കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് ഗ്രാമപഞ്ചായത്തിലെ 167 കുടുംബങ്ങൾക്ക് വ്യക്തിഗത ആസ്തിയായി മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളതുമാണ്. ഗ്രാമപഞ്ചായത്തിൽ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ റൂറൽ കണക്ടിവിറ്റി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ്, സോളിംഗ്, ടാറിംഗ് എന്നിവ ചെയ്ത് സഞ്ചാരപ്രദമാക്കാനും 2021-22 വർഷത്തിൽ സാധിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളാണ്. മുതലമട ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്? ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് അതിദരിദ്രർ എന്ന കുടുംബം 159 കുടുംബങ്ങളാണ് മുതലമട പഞ്ചായത്തിലുള്ളത്. അതിൽ കുടുംബങ്ങൾക്ക് മാസം കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് മരുന്നുകൾ വീടുകളിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവർക്ക് കട്ടിലുകളും പിന്നെ അവർക്ക് സ്ഥലമും വീട് ലൈഫിൽ ഉൾപ്പെടുത്തി ധാരാളം വീടുകൾ കൊടുത്തിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണം കുറേ വീടുകൾ ആവശ്യങ്ങൾ ഞങ്ങളൊരു ഷോർട്ടാക്കി അവരുടെ ആവശ്യങ്ങളെല്ലാം മുഴുവനും എടുത്ത് അപ്പോൾ അതിൽ ഭവന പുനരുദ്ധാരണത്തിൽ ഉൾപ്പെടുത്തി കുറേ വീടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തിലെ സ്ഥലമും കൂടി പഞ്ചായത്ത് സ്ഥലം കൊടുക്കാൻ ഫണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വയോജനർക്ക് മുഴുവനും അപേക്ഷിച്ച മുഴുവൻ ആൾക്കാർക്കും കട്ടിൽ വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ആട്ടുംകൂട്, മാട്ടുംകൂട്, മാട്ടുത്തൊടുത്ത്, കോഴിക്കൂട് പോയ എല്ലാ ഇതുകളും സ്ഥാപനങ്ങളിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 13 അംഗനവാടിയാണ് ഈ പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് മാർച്ച് 31 ത്രിതല പഞ്ചായത്തുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം അവരിനോട് ഞങ്ങൾ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഒരു ദിവസമായി കുട്ടികളെയൊക്കെ വിളിച്ച് അവർക്ക് ഫുഡും മറ്റതൊക്കെ കൊടുത്ത് പദ്ധതി വെച്ച് ഒരു ദിവസം കളി ഉപകരണങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാർക്ക് ക്യാമ്പ് നടത്തി അവർക്ക് സൈക്കിള്
മറ്റേതൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കോളർഷിപ്പ് കൊല്ലം നമ്മൾക്ക് സ്കോളർഷിപ്പ് ഭിന്നശേഷിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ജനകീയ ഹോട്ടൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. യാത്രാബത്ത് ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്? കാർഷിക മേഖലയ്ക്കാണ് നമ്മൾ ഭരണം കിട്ടിയതും കാർഷിക മേഖലയ്ക്കാണ് മുൻതൂക്കം കൊടുത്തത്. അപ്പോൾ ഈ വർഷം 1,57,00,000 വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കർഷകരാണല്ലോ നമ്മുടെ നട്ടിൽ, അത് വെറുതെ വാക്കുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നെൽകൃഷിക്ക് ഉളവുകൂലി 8,500 വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തെങ്ങ് കൃഷി ധാരാളം സബ്സിഡികൾ നമ്മൾ നൽകാറുണ്ട്. അതുപോലെ മാവ് കൃഷി, സമഗ്ര വികസനം എന്ന് പറഞ്ഞ് മാവ് കൃഷിക്ക് ഈ കൊല്ലം നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളും കൃഷിയിലേക്ക് പുതിയൊരു പദ്ധതി പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്ഷീര കർഷകർക്ക് പാലിന് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ആട് മാട് കർഷകർക്ക്, SC ST ജനറൽ വിഭാഗക്കാർക്ക് ധാരാളം മുഴുവനും നമ്മളെല്ലാം അപേക്ഷിച്ച് മുഴുവൻ ആൾക്കാരെയും പരിഗണിച്ച് അവർക്ക് മുഴുവൻ ആൾക്കാർക്ക് ആട് മാട് കോഴി എല്ലാ കർഷകർക്കും വനിതകൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ വല്ലാതെ കഷ്ടമാണ് മലയോര മേഖല കർഷകർ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഭരണം കിട്ടിയതും ആദ്യം നമ്മൾ എന്താണ് വന്യമൃഗങ്ങൾ എല്ലാ കൃഷിയിടങ്ങൾ മുഴുവനും കൃഷി സ്ഥലങ്ങൾ നശിപ്പിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം നമ്മൾ അത് എന്താ ചെയ്യണമെന്ന് ആലോചിച്ച് ത്രിതല പഞ്ചായത്തുകൾ വകയിരുത്തി 1,67,00,000 ഹാങ്ങിങ് പെൻഷൻ ഫണ്ടുകളൊക്കെ ഇപ്പം നമ്മൾ കൈമാറിക്കഴിഞ്ഞു ഫോറസ്റ്റിന്. ഇപ്പം ഈ 3 മാസം കൊണ്ട് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, ഓൺ പ്രോസസ്സിലെയാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ നേരത്തെ ഒന്നുമല്ല, ഇപ്പം മാനും മയിൽ ആനകൾ പുലി കടുവ എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു, കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി മനുഷ്യർ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഫണ്ട് വകയിരുത്തി ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും കർഷകരോടൊപ്പമാണ് മുതലമട പഞ്ചായത്ത്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ ആദ്യം വനിതാ ജിംനേഷ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുപോലെ കുറേ സ്വയം തൊഴിലുകൾ പഞ്ചായത്ത് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീയും പഞ്ചായത്തും സംയുക്തമായ മുളക് പൊടി കമ്പനി കുറേ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് SC ST കുട്ടികൾക്ക് മേശയും കസാറും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ പോഷകാഹാരം, നമ്മൾ അംഗനവാടി പോഷകാഹാരത്തിൽ 1 കോടിയാണ് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും മുതലമട പഞ്ചായത്ത് ബാക്കിലെയാണ്, ഈ ആരോഗ്യത്തിൽ കുറച്ച് ബാക്കിലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ പ്രോഡക്റ്റായിട്ട് ഈ നവധാന്യം എന്ന് പറയില്ലേ, കോറ, അതുള്ളത് പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം സൂപ്പർവൈസർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഫണ്ട് ഉണ്ടെങ്കിലും പോഷകാഹാരത്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 1 കോടിയെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലെയും പ്രഭാത ഭക്ഷണം വേരുപാടില്ലാതെ SC ST കുട്ടികൾക്കാണ് മുൻകാലങ്ങളിലൊക്കെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്കൊരു മനസ്സിൽ തോന്നി, ഭക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കാണല്ലോ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ നിയമവശങ്ങളൊക്കെ നോക്കി നമ്മൾ മുഴുവൻ കുട്ടികളെ മുതലമടയിലെ LP പഠിക്കണ മുഴുവൻ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം മുഴുവൻ സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വാട്ടർ പ്യൂരിഫൈ എല്ലാ സ്കൂളുകളിലെയും വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ ATM 1 രൂപ കോയിൻ ഇട്ടാൽ 1 ലിറ്റർ വെള്ളം എന്നത് നല്ല ധാരാളം കുട്ടികൾക്ക് സ്കൂളിൻ്റെ പഞ്ചായത്തിന് മുന്നിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നല്ല ഫലനാണ്. കുട്ടികൾക്ക് 1 രൂപ ഇട്ടാൽ അവർക്ക് 1 കുപ്പി വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ വനിതകൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളിലെയും. ആടും മാടൊക്കെ വനിതകൾക്കാണ് നമ്മൾ വിതരണം ചെയ്തത്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഡയാലിസ് പേഷ്യൻറ്റുകൾക്കെല്ലാം നമ്മൾ ധനസഹായം, അവർക്കുള്ള ചികിത്സാ സൗകര്യം പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഹെൽത്ത് സെൻ്ററിലെയും ദൈനംദിന ചെലവുകളെല്ലാം പഞ്ചായത്താണ് വഹിക്കുന്നുള്ളത്. അപ്പോൾ അതുപോലെ ആയുർവേദം, നമ്മൾക്കിപ്പോൾ ആയുർവേദമാണ് മുൻഗണന, ആദ്യം ആയുർവേദയ്ക്കാണ് ഞങ്ങൾ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ എന്ന് പറയുമ്പോൾ പണ്ടത്തുള്ള ഇത് ഇല്ല.
ജനങ്ങൾക്ക് ആരോഗ്യം, കുട്ടികൾക്കാകട്ടെ ആരോഗ്യമില്ല. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് ആയുർവേദത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാലിറ്റീവ് കെയർ, ഈ കൊല്ലം നമ്മൾ ആയുർവേദം പാലിറ്റീവ് കെയർ, സാധാരണ മെഡിക്കൽ പാലിറ്റീവ് കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ന്യൂനത മുറയിൽ ആയുർവേദ പാലിറ്റീവ് കെയർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, ഈ വർഷ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ എന്നൊന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ഫണ്ടിൽ തന്നെ അവർക്ക് സഹായത്തിന് പൈസകളൊക്കെ കൊടുക്കാറുണ്ട്. ദുരിതാശ്വാസ നിധിയൊക്കെ ഉണ്ട്, പ്രസിഡൻറ്റിന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ടുകളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളിലെയും ആയുർവേദം, ഹോമിയോ, മറ്റ് മെഡിക്കൽ എല്ലാം മുഴുവനും പഞ്ചായത്താണ് ഏറ്റെടുത്ത്. സ്റ്റാഫുകൾ ഒരു എക്സ്ട്രാ ഡോക്ടർ നിയമിച്ചിട്ടുണ്ട്, അതെല്ലാം മുഴുവനും പഞ്ചായത്താണ് ശമ്പളം കൊടുത്ത് എല്ലാം നടത്തിക്കൊണ്ട് വരുന്നത്. ആദിവാസി മേഖലയിലെ നല്ല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ആംബുലൻസ് MLA ആംബുലൻസ് വാങ്ങി തന്നിട്ടുണ്ട്, അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ആംബുലൻസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? നമ്മൾ 100% എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് ഓരോരോ മാസവും നമ്മൾ നടത്തിയിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. അതുപോലെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ പേ കടക്കാർക്കും വ്യാപാര വ്യവസായികൾക്കും ജനങ്ങൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് കർശന നിർദ്ദേശം പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേന നടത്തുന്നുണ്ട്. അതുപോലെ തൊഴിലുറപ്പ് ഹരിതകർമ്മസേനയ്ക്ക് യൂണിഫോമും സാധനങ്ങൾ, ഉപകരണ സാധനങ്ങളെല്ലാം പഞ്ചായത്ത് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ അവർക്ക് വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് 4 വീലർ വാഹനം തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി മുഴുവൻ വനിതകൾക്കും ലൈസൻസ് നമ്മൾ ഈ പുതിയ പദ്ധതിയായിട്ട് ലൈസൻസ് എടുത്തു കൊടുക്കണം എന്നൊരു ലക്ഷ്യം പഞ്ചായത്തിലുണ്ട്. അപ്പം അതുപോലെ MCF സ്കൂളുകളിലും പൊതു ഇടങ്ങളിലും 20 വാർഡാണ്, 20 വാർഡിലും മിനി MCF എല്ലാ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഖരമാലിന്യ പ്ലാന്റ് ഈ വർഷത്തെ ഞങ്ങളുടെ സ്വപ്നമാണ്. അപ്പോൾ അത് ബ്ലോക്ക് തന്നെ 1 കോടി രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് സ്ഥലമുണ്ട്. അപ്പോൾ അത് 1 കോടി രൂപ പ്രോജക്റ്റിൽ ഞങ്ങൾ ഈ വർഷം ഉൾപ്പെടുത്തി അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്രിമിറ്റോറിയം ഈ വർഷം തന്നെ ഞങ്ങളുടെ കാലാവധിയിൽ പൂർത്തീകരിക്കുമെന്ന് വിചാരിക്കണം. അതിന് നല്ല ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് കാമ്പർച്ചുള്ള സെൻറ്ററാണ്. മുതലമട എന്ന് പറയുന്ന കാമ്പർച്ചുള്ള സെൻട്രലിയാണ്. സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബാങ്കും മറ്റ് ബസ് കയറുന്ന സ്ത്രീകൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഭരണസമിതി വന്ന് ഇന്ന് ബേസ്മെൻറ്റൊക്കെ ഇട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കാലാവധി കഴിയുമ്പോഴേക്കും ഈ വർക്ക് പൂർത്തീകരിക്കുമെന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ വ്യക്തിഗത ശൗചാലയങ്ങൾ എല്ലാം നിർമ്മാണം നടന്നുകൊണ്ട് പ്രൊസീജിയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടോ? ഉണ്ട്. മുതലമട എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഫേമസ് എന്ന് പറയുന്നത് ഇന്ന് മാംഗോ ഇതിലൂടെയാണ്. ആ മാംഗോ സിറ്റിയാണ് പ്രത്യേകിച്ച്. തമിഴ്നാടിൻ്റെ ബോർഡറാണ് ഈ മുതലമട. കഴിഞ്ഞ 5-6 വർഷക്കാലമായി വളരെ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം കടുത്ത വരൾച്ചയാണ്. ഇവിടെ കേരളം മുഴുവൻ പ്രളയം സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുടിക്കാൻ വെള്ളമില്ല. ടാങ്കർ ലോറിയിലാണ് ഇപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്. എന്നാൽ കേരളത്തിൽ അറിയപ്പെടുന്ന 5 ഡാമുള്ള ഏക പഞ്ചായത്ത് മുതലമടയാണ്. അതിൽ നിന്നുമാണ് സത്യത്തിൽ പറമ്പിക്കുളം മാളിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്കും പട്ടാമ്പി ഭാരതപ്പുഴ വരെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ താഴത്ത്, അതായത് ഇത് മലമ്പ്രദേശമാണ്, ഒരു വാർഡാണ് ഈ പറമ്പിക്കുളം എന്ന് പറയുന്നത്, അവിടെയാണ് ഈ ഡാം. അപ്പോൾ അത്രയും വലിയ കടുത്ത രൂക്ഷമാണെങ്കിലും നമ്മുടെ ഡാമുകളിൽ തന്നെ ഇഷ്ടത്തിന് വെള്ളമുണ്ട്. ആ വെള്ളം തമിഴ്നാട്ടിലെ 2-3 ജില്ലകളും മറ്റ് കേരളത്തിൽ പാലക്കാട് ജില്ലയും ഉപയോഗിക്കുന്നെങ്കിലും കേരളത്തിൽ ഞങ്ങൾക്ക് കുടിവെള്ളവും കൃഷിക്കും വലിയ പ്രതിസന്ധിയാണ്. കടുത്ത വരൾച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 കൊല്ലമായി ഇത് തന്നെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൃഷിനഷ്ടങ്ങളും എല്ലാ വിധത്തിലും കർഷകരെല്ലാം ഏറെ കർഷകരാണ്. എല്ലാ കൃഷിയുള്ള ഒരു പ്രദേശമാണ് മുതലമട. നെൽകൃഷി പാടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഫസ്റ്റ് ക്രോപ്പുമില്ല, സെക്കൻഡ് ക്രോപ്പുമില്ല. മാവ് കൃഷിയിൽ വന്ന് ഇപ്പോൾ കീടശല്യം വളരെ പ്രശ്നമായി കിടക്കുകയാണ്. കാരണം ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ക്രോപ്പ് നഷ്ടപ്പെട്ട് വിളകളെല്ലാം ഉപേക്ഷിച്ച്
പോണ ഒരു സ്ഥിതി ഇപ്പോൾ മുതലമുടക്കുണ്ട്. ഇതാണ് വരൾച്ചയുമായി ബന്ധപ്പെട്ടത്. 2 ഡാമുകളും ഇപ്പോൾ വരണ്ട് കിടക്കുകയാണ്. 73 കോടി രൂപ പദ്ധതിയിട്ട് ജൽജീവൻ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഡാമിൽ ആകെ ഉള്ളത് 10 അടിയും 12 അടിയും വെള്ളമാണ്. ഈ വെള്ളം കൊണ്ട് കൃഷിക്കുമില്ല കുടിക്കാനും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് 2 വർഷക്കാലമായി സമഗ്രമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് മേഖലയും തൊഴിലുറപ്പ്, ഇറിഗേഷൻ, അതുപോലെ തന്നെ റവന്യൂ എല്ലാവരെയും സംയുക്തമായി വിളിച്ചു ചേർത്തുകൊണ്ട് കൃഷിയോ തൊഴിലുറപ്പോടെ വിളിച്ചു ചേർത്തുകൊണ്ട് നിർത്തടാധിഷ്ഠിത പദ്ധതികൾക്ക് ഊന്നൽ നൽകി നല്ലൊരു, അതായത് വരുംകാലങ്ങളിലെങ്കിലും മഴവെള്ളത്തെ സംഭരിച്ചുകൊണ്ട് കൃത്യമായി ജലക്ഷാമത്തിൽ നിന്നും എങ്ങനെ പരിഹരിക്കാമെന്ന ഒരു നല്ല പദ്ധതിയുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നല്ല തൊഴിൽ ദിനങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങളും ഹരിത പച്ചത്തുരുത്ത് എന്നുള്ള പദ്ധതി മുതലമട പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പുറമ്പോക്കുകൾ, റവന്യൂ, മറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ മുഴുവൻ പച്ചപ്പ് തൈകൾ വെച്ചുകൊണ്ട് സംരക്ഷിച്ച് മുന്നോട്ട് വരിക. നിങ്ങളുടെ പഞ്ചായത്തിൽ ടൂറിസം മേഖലയിൽ എന്തെല്ലാം സാധ്യതകളാണ് നിലവിലുള്ളത്? പുരാതനമായി തന്നെ മുതലമട എന്ന് പറയാൻ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്. മുതലമട ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പേരാണ്. മുതലമട പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തിൽ 2ാമത്തെ പഞ്ചായത്താണ് ഞങ്ങളുടെ മുതലമട. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 5 ഡാമുള്ളതും ടൂറിസം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നത് ഫോറസ്റ്റിൻ്റെ കൈകളിലൂടെയാണ്. തമിഴ്നാടിലൂടെയാണ് ഈ ഫോറസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള വഴി. ചേറ്റുമട, ആനമല, പൊള്ളാച്ചി ആ വഴിക്ക് പോകേണ്ടതാണ്. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് സാധ്യത പറഞ്ഞാൽ ഈ 5 ഡാമും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാമുകളും, അതുപോലെ തന്നെ ഇതിലൂടെ കുടുംബശ്രീയും ട്രൈബൽ മേഖലയുമാണ്. ആ ഗോത്രവർഗത്തെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റേതായ തനത് രൂപങ്ങളും സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി നടത്തുന്നതും. തേക്കടി വനപാത എന്നത് കേരളത്തിൻ്റെ ഒരു സ്വപ്നമാണ്. കാരണം നമ്മളുടെ പഞ്ചായത്തിലേക്ക് നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ 100 കിലോമീറ്റർ ചുറ്റി വേണം ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ. ഇന്ന് നമ്മളുടെ നേര് കേരളത്തിലൂടെ ഒരു പാത അഭിമാനപൂർവ്വം പറയട്ടെ, മുതലമട പഞ്ചായത്ത് അതിൻ്റെ വർക്ക് തുടങ്ങി ഒരു 750 കിലോമീറ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വന്ന ഒരു 12 മാസക്കാലം കൊണ്ട് അതിൻ്റെ റോഡ് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകുന്ന വർഷം കേരളത്തിന് തന്നെ അഭിമാനമാണ്. മുതലമടയ്ക്ക് എന്നല്ല, ടൂറിസം സാധ്യത വളരെ ഉള്ള പഞ്ചായത്താണ്. അത് വേണ്ട വിധം ഞങ്ങൾ കുമരകമെല്ലാം പോയി ട്രെയിനിങ്ങിനൊക്കെ പോയതാണ്. പക്ഷേ വേണ്ട വിധം ഞങ്ങൾക്കും ചില പോരായ്മകൾ മനസ്സിലാക്കുന്നു. കാരണം പഞ്ചായത്ത് സെക്രട്ടറിയുമായി ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ച നടത്തിയെങ്കിലും ഇത് ഈ ടൂറിസം കണക്ട് ചെയ്യേണ്ടത് എവിടെയാണെന്നോ അത് കൃത്യമായ രൂപം എന്താണെന്നുള്ളത് ഇനിയും ഞങ്ങൾക്കൊരു കൃത്യതയില്ല. കഴിഞ്ഞ കൊല്ലം 2 ലക്ഷം രൂപ നമ്മൾ വകയിരുത്തിയതാണ്. അതിനൊരു DPR തയ്യാറാക്കി എന്താണ് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറാക്കിയത്. നടക്കാൻ 2023-24 ഫണ്ട് പോയി എങ്കിലും ഈ വർഷവും 2 ലക്ഷം വെച്ച് നമ്മളത് തുടരാനാണ്. ഇതിലൂടെ ഒരുപാട് ഈ കുടുംബശ്രീയിലും തൊഴിലവസരങ്ങളും ഈ ഡാമുകളെ ഉൽപ്പാദിച്ചുകൊണ്ട് മത്സ്യകർഷകർക്കും എല്ലാവർക്കും ഒരു ഉപജീവന മാർഗത്തിനും ടൂറിസത്തിന് പറ്റിയ പ്രദേശമാണ് മുതലമട എന്നുകൂടി ഓർമ്മ. എന്തൊക്കെയാണ് പഞ്ചായത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച്? ഭാവി പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല ജലസമൃദ്ധി ഉറപ്പുവരുത്തുക, ഒന്നാമത്തെ കാര്യം. അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത്ര വർഷക്കാലമായിട്ട് നമുക്ക് ഈ പ്ലാന്റ് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു. അതിന് ഞങ്ങളിപ്പോൾ അതിൻ്റേതായ തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ ഈ ക്രിമിറ്റോറിയം പറഞ്ഞത് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ടേക്ക് എ ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കും. ടൂറിസം ഞങ്ങൾ അതിനുള്ള പുറപ്പാട്ടിലാണ്. ഇതല്ലാതെ തന്നെ കാർഷിക മേഖലയെ പറമ്പിക്കുളം ആളിയാർ എന്നുള്ള ഒരു പദ്ധതിയിൽ കൂടെ ജനങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ഒരു തുനക്കടവിൽ നിന്നും നമ്മൾക്ക് ഈ വെള്ളം ലഭ്യമാകും, തമിഴ്നാട്ടിൽ ലഭ്യമാകുന്ന സ്ഥലത്തു നിന്നും ജനങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവിടെ നിന്നൊരു ഡയറക്റ്റിലൂടെ ജൽജീവൻ മിഷനിലൂടെ നല്ലൊരു വെള്ളം കൊടുക്കാനുള്ള പദ്ധതിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ. വനപാത, കേരളത്തിലൂടെ വനപാത അത് തുടങ്ങി വെച്ചു, അത് പൂർത്തീകരണം. അതുപോലെ 8 വർഷക്കാലമായി കുട്ടികൾ പ്രളയത്തിൽ പോയതാണ്. ഒരു പുഴമ്പാലമുണ്ട്, ഗായത്രി പുഴമ്പാലം പറയും. 100-300ഓളം കുട്ടികൾ 2-3 ഗ്രാമങ്ങളൊക്കെ ബന്ധിപ്പിക്കുന്നത്. ആ പുഴ ഫ്ലഡിൽ 2018 ഫ്ലഡിൽ പോയതാണ്. അതിപ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് പൂർത്തീകരിക്കുക. അങ്ങനെ ജനങ്ങളുമായി ചേർന്ന് അവർക്ക് ആവശ്യമായ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയും നേരം നമുക്ക് സമയം മാറ്റി വെച്ചത് തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.
തദ്ദേശകം